2025 വിഷുഫലത്തിൽ നക്ഷത്രപ്രകാരം ഓരോരുത്തരുടെയും ആരോഗ്യം, അനാരോഗ്യം, സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി, ഇതിനു പുറമെ ഈ നാട്ടിൽ പദാർത്ഥങ്ങളുടെ വില നിർണയം എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന പോലും സൂചനകൾ നൽകുന്നുണ്ട്. ഇതിൽ ഓരോ നക്ഷത്രക്കാരുടെ നക്ഷത്ര സമൂഹത്തിന് അനുസരിച്ചുള്ള ഒരു ഫലപ്രവചന രീതിയാണ് ഈ വർഷഫലത്തിൽ ഉള്ളത്. അശ്വതി, രോഹിണി, പുണർദം, ആയില്യം, ഉത്രം, ചോതി, അനിഴം, പൂരാടം, അവിട്ടം, പൂരോരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വർഷം ആരോഗ്യം തൃപ്തികരമായിരിക്കും, ചികിത്സ ഫലിക്കും, എല്ലാം വളരെ ഉത്സാഹത്തോടുകൂടി പ്രയത്നിക്കാനുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നത് വളരെ ആശ്വാസമുണ്ടാകും. പലപ്പോഴും പലർക്കും രോഗാവസ്ഥകളുണ്ടോ എന്ന തോന്നലുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു കാര്യപ്രാപ്തിയും ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. കാർത്തിക, മകയിരം, പൂയം, പൂരം, അത്തം, വിശാഖം, മൂലം, ഉത്രാടം, ചതയം, രേവതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യം കുറയും, പല പ്രകാരത്തിലും അസുഖങ്ങളുണ്ടാവാം, പകർച്ചവ്യാധികൾക്ക് സാധ്യതയുണ്ട്, സാംക്രമിക രോഗങ്ങൾ വന്നു ചേരാം. ഇവര് നിസ്സാരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായാൽ പോലും ചിലർക്ക് വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവാം, ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്തായാലും നിസ്സാര അസുഖം ഉണ്ടായാലും വളരെ വിദഗ്ധമായിട്ടുള്ള പരിശോധനയും ചികിത്സയൊക്കെ വേണ്ടി വരുവാനും ഒരു സംയുക്തമായിട്ടുള്ള ചികിത്സകളെല്ലാം വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഭരണി, തിരുവാതിര, മകം, ചിത്ര, തൃക്കേട്ട, തിരുവോണം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യവും അനാരോഗ്യവും സമത്വമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷം വന്നു ചേരുവാനാണ് യോഗമുള്ളത്. നമ്മൾ ജനിച്ച സമയം വെച്ച്, ഗ്രഹസ്ഥിതി വെച്ച് ദശകൾ കണക്കുകൂട്ടി നോക്കുന്ന ഒരു സമ്പ്രദായമല്ല. ഒരു നക്ഷത്ര സമൂഹത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഫലപ്രവചന രീതിയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. ചിത്ര, ചോതി, വിശാഖം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അസുഖങ്ങൾ പലതും ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. നിസ്സാരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായാലും വിദഗ്ധമായിട്ടുള്ള പരിശോധനയൊക്കെ വേണ്ടിവരും. വരുമാന മാർഗം ഉണ്ടായാലും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ഉദ്ദേശിച്ച പോലെ നീക്കിയിരിപ്പ് വളരെ കുറയും. അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഒരു നിയന്ത്രണവും ശ്രദ്ധയും സൂക്ഷ്മതയും എല്ലാ പ്രകാരത്തിലും വേണ്ടതാണ്. മാനസികമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രയാസങ്ങളെയും അതിജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹന ഉപയോഗത്തിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വളരെയധികം കൂടുതൽ വേണ്ടതാണ്. തൊഴിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും നിർബന്ധപൂർവം വേണ്ടതാണ്. അപ്പോൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും വളരെ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനായിട്ട് പലപ്പോഴും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. സശ്രദ്ധം എല്ലാ കാര്യങ്ങളും ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിക്കേണ്ടതാണ് എന്ന് സൂചന നൽകുന്നു. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. കുടുംബത്തിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാവും. വരുമാന മാർഗമുണ്ടാവും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. നഷ്ടപ്പെട്ട ജോലിക്ക് പകരം മറ്റൊരു ജോലി കിട്ടും. വിദ്യാർത്ഥികൾക്കും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതെല്ലാം തന്നെ നിഷ്പ്രയാസം സാധിച്ചു എന്ന് വരില്ല. ഇതെല്ലാം തന്നെ അവിടെ ഒരു പദം കൂടിയും പറയുന്നുണ്ട്, ഈശ്വരാരാധനകളാൽ. ഈശ്വരാരാധനകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വിഷ്ണു, കൃഷ്ണനോ അല്ലെങ്കിൽ യേശോ, നബിയോ, കൃഷ്ണൻ എന്തോ ആയിക്കോട്ടെ, നമ്മൾക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തി, പ്രകൃതിയാണെങ്കിലും ആത്മാർത്ഥ സുഹൃത്ത് പറയുന്ന കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും അതൊക്കെ ഈശ്വരനായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഏത് പ്രകാരത്തിലും വളരെ ശ്രദ്ധയോടുകൂടി ഏതൊരു കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരുകയുള്ളൂ, ലക്ഷ്യപ്രാപ്തി നേടുകയുള്ളൂ എന്നൊരു പദം കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവിട്ടം, ചതയം, പൂരോരുട്ടാതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ കുടുംബത്തിലെ സമാധാനം കുറയും. ദമ്പതികൾക്കാണെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദൂരദേശത്ത് ജോലി ചെയ്യേണ്ടി വരിക, ഇങ്ങനെ ഒരു പക്ഷെ ഒരു മാസം, ഒരു വർഷത്തേക്ക്
ഇനി അതല്ല മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകാൻ തക്കവണ്ണം ജോലി കിട്ടുക, ഇങ്ങനെയൊക്കെ ഒരു മൊത്തത്തിലൊരു കുടുംബത്തിൽ സമാധാനക്കുറവ് എല്ലാ പ്രകാരത്തിലും ഉണ്ടാവാൻ ഇടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. അസമയങ്ങളിൽ ഉറക്കമൊഴിച്ച യാത്ര, അതിവേഗതയുള്ള യാത്ര നിർബന്ധമായിട്ടും ഒഴിവാക്കണം. രോഗങ്ങൾ ഒഴിഞ്ഞു മാറില്ല. അതായത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറി മറ്റൊരു രോഗമായി തീരും. അത് കഴിഞ്ഞാൽ അതിന് മരുന്ന് കഴിച്ചാൽ മറ്റൊരു അസുഖമായിട്ട് വന്ന് ഭവിക്കും. ഇങ്ങനെ രോഗാവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലകളിൽ അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടാം. അതുകൊണ്ട് ഉള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് അത്ര ഗുണകരമല്ലാത്തതാണ്. അതേപോലെ തന്നെ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ വ്യാപാര വ്യവസായ വിപണന മേഖലകളാണെങ്കിലൊക്കെ തന്നെ അതിനനുസരിച്ചുള്ളൊരു നേട്ടം, പുരോഗതി എന്നിവ കുറയും എന്നുകൂടി വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം ലഭിക്കും. തൊഴിൽ മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. ഇനി അതല്ല ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാവും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുക. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത, ആരോഗ്യം, സൽകീർത്തി, കുടുംബത്തിലെ സമാധാനം, അതായത് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ആഗ്രഹിക്കുന്നതിലുപരി വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കാണെങ്കിൽ അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അപകട സാധ്യതകൾ പലപ്പോഴും ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഏതൊരു കാര്യം ഏറ്റെടുക്കാവൂ. പകർച്ചവ്യാധി പിടിപെടുവാനോ സാംക്രമിക രോഗങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ജോലിയിൽ നിന്നും നിർബന്ധപൂർവം രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. മനസ്സിന് പ്രയാസം വന്നു ചേരുവാനിടയുണ്ട്. സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരൊക്കെ തന്നെ ഒരുപക്ഷെ വിപരീതമായി തീരാനുള്ള സാധ്യത കാണുന്നു. ഉൾഭയം ഉണ്ടാകുന്ന പ്രകൃതി, ചിലർക്ക് ഉൾവലിയുന്ന സ്വഭാവം, അലസത, ഉദാസീന മനോഭാവം, ഇത്രയൊക്കെ പ്രവർത്തിച്ചാൽ മതി, ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നുള്ളൊരു തോന്നല് പലർക്കും ഉണ്ടാവാം. അതുകൊണ്ട് എന്തുണ്ട്, തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും വളരെ ക്ഷീണാവസ്ഥകളും ക്ഷയാവസ്ഥകളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം എന്നീ 6 നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ നഷ്ടപ്പെട്ട ഉദ്യോഗത്തിന് പകരം മറ്റൊരു ഉദ്യോഗം ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നായി സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകും. പുത്രപൗത്രാദി സൗഖ്യം ഉണ്ടാവുക. കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം. കാർഷികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ പ്രതീക്ഷിച്ചതിലുപരി വിളവെടുപ്പ്. ഇങ്ങനെ തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും സർവ്വവിധത്തിലുള്ള സൗഭാഗ്യങ്ങളോടുകൂടിയും ഐശ്വര്യത്തോടുകൂടിയും സമൃദ്ധിയോടുകൂടി വസിക്കുവാനുള്ള സാധ്യത പോലും ഈ പൂയം മുതൽ അത്തം വരെയുള്ള നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. കാർത്തിക, പുണർദം, പൂരം, ചോതി, മൂലം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വർഷം തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ടും എല്ലാ പ്രകാരത്തിലും സാമ്പത്തികമായുള്ള ഭദ്രത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർക്ക് മറ്റൊരു ജോലി കിട്ടുക, തൊഴിൽ മേഖല സ്വന്തമായിട്ട് തുടങ്ങിയവർക്ക് പ്രതീക്ഷിച്ചതിലുപരി നേട്ടമുണ്ടാവുക, ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം വർദ്ധിക്കും, ഭദ്രത ഉണ്ടായിത്തീരും. എന്നാൽ അശ്വതി, മകയിരം, ആയില്യം, അത്തം, അനിഴം, ഉത്രാടം, പൂരോരുട്ടാതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം പൊതുവെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെയധികം ശ്രദ്ധിക്കണം. പണം കടം കൊടുക്കാനും ജോലി ഉപേക്ഷിക്കാനൊന്നും പുറപ്പെടരുത്. പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടങ്ങി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ശ്രദ്ധയും സൂക്ഷ്മതയും നിർബന്ധമായിട്ടും വേണ്ടതായിട്ടുള്ള നക്ഷത്രക്കാരാണ് അശ്വതി, മകയിരം, ആയില്യം, അത്തം, അനിഴം, ഉത്രാടം, പൂരോരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവര്. എന്നാൽ മറ്റ് നക്ഷത്രങ്ങളിൽ ജനിച്ചവർ, അതായത് ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, മകം,
ഉത്രം ചിത്ര വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം ചതയം ഉത്രട്ടാതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരവും ചെലവും തുല്യമായിരിക്കുന്നത് വഴിയും ഇവരതെ തുല്യമായിട്ടുള്ളൊരവസ്ഥ വന്നു ചേരുമ്പോഴും ധനം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം എന്നുകൂടിയ തന്നെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. എന്നിരുന്നാലും വരവും ചെലവും തുല്യമാണ്, നീക്കിയിരിപ്പൊക്കെ കുറയും. എന്നിരുന്നാൽ പോലും മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനാണ് സാമ്പത്തികമായിട്ട് യോഗമുള്ളത്.